2023 മറ്റൊരു നീറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ആംഗുലർ ആക്സിലറേഷൻ ഓഫ് എ ബോഡി മൂവിങ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇസ്. ഇവിടെ ഞാനൊരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരയ്ക്കുന്നു, അതിന് ചുറ്റും ഒരു ബോഡി റിവോൾവ് ചെയ്യുന്നു. ഓക്കെ, ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു ബോഡി റിവോൾവ് ചെയ്യുന്നു. ഓക്കെ, ഈ ബോഡി ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ ഇതിന്റെ ആക്സിസിലൂടെ ആക്ട് ചെയ്യുന്ന 5 വെക്ടേഴ്സ് ഉണ്ട്. ഈ 5 വെക്ടേഴ്സിനെ നമ്മൾ ആക്സിയൽ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഒന്നാമത്തെ വെക്ടർ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, രണ്ടാമത്തെ വെക്ടർ ആംഗുലർ വെലോസിറ്റി, മൂന്നാമത്തെ വെക്ടർ ആംഗുലർ ആക്സിലറേഷൻ, നാലാമത്തെ വെക്ടർ ടോർക്ക്, അഞ്ചാമത്തെ വെക്ടർ ആംഗുലർ മൊമെന്റം. അപ്പോൾ ഒരു സർക്കുലർ മോഷൻ എടുക്കുന്ന സമയത്ത് 5 വെക്ടറുകളാണ് ആക്സിസ് ഓഫ് റൊട്ടേഷനിലൂടെ ആക്ട് ചെയ്യുക. അത് ആക്സിസ് ഓഫ് റൊട്ടേഷനിലൂടെ മുകളിലേക്കോ താഴേക്കോ ആയിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണോ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണോ എന്നതിനനുസരിച്ച്. ഓക്കെ, സോ ഈ 5 വെക്ടേഴ്സിനെയാണ് നമ്മൾ ആക്സിയൽ വെക്ടേഴ്സ് എന്ന് പറയുക. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റിനിലേക്ക് നോക്കാം. ആംഗുലർ ആക്സിലറേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? എലോങ് ദ ടാൻജന്റ് ടു ഇറ്റ്സ് പൊസിഷൻ. എലോങ് ദ ടാൻജന്റ് ആണോ? അല്ല. എലോങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ? യെസ്, അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, 5 വെക്ടേഴ്സ്: ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സിലറേഷൻ, ആംഗുലർ മൊമെന്റം ആൻഡ് ടോർക്ക്. ഈ 5 വെക്ടേഴ്സും റൊട്ടേഷന്റെ ആക്സിസിലൂടെ ആയിരിക്കും ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ അവരെ ആക്സിയൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 3ഉം 4ഉം ചെക്ക് ചെയ്ത് നോക്കാം. എലോങ് ദ റേഡിയസ്, എവേ ഫ്രം സെന്റർ അല്ല. എലോങ് ദ റേഡിയസ് ടുവേർഡ്സ് സെന്ററും അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2.